നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ടാണ് പാറ പൊട്ടിക്കൽ എന്ന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയ തോതിലാണെങ്കിൽ പോലും വളരെ കാലങ്ങളായി ഇത് നടന്നു വരികയാണ്. ഇപ്പോൾ ഇതിന്റെ തോത് ഗണ്യമായി വർദ്ധിച്ചിരിക്കുകയുമാണ്. ഇങ്ങനെ അനിയന്ത്രിതമായും അശാസ്ത്രീയമായും ഇത് തുടർന്നാൽ നമ്മളുടെ കുന്നുകളും മലകളും ഏറെ താമസിയാതെ അപ്രത്യക്ഷമാകും. പലതും അപ്രത്യക്ഷമായി കഴിഞ്ഞു. പരിസ്ഥിതിക്ക് വളരെ കനത്ത ആഘാതമാണ് ഇതുണ്ടാക്കുന്നത് എന്ന് നാം മറക്കരുത്. പ്രത്യക്ഷത്തിൽ തന്നെ കാലാവസ്ഥയിലും ജലസ്രോതസ്സുകളുടെ ഉത്ഭവത്തിലുമെല്ലാം മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. കേരളത്തിലെയും തമിഴ്നാട്ടിൽ നിന്നുമുള്ള രണ്ട് ഉദാഹരണങ്ങളാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കേരളത്തിലെ സഹ്യപർവ്വത നിരകളെ തകർക്കുന്ന വൻതോതിലുള്ള ക്വാറി പ്രവർത്തനങ്ങൾക്കെതിരെ പൊരുതുന്ന വെള്ളറട ആക്ഷൻ കൌൺസിലിന്റെ പ്രവർത്തനങ്ങളും വൻതോതിലുള്ള പാറ പൊട്ടിക്കൽ തദ്ദേശീയ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് തമിഴ്നാട്ടിലെ കളിയിൽ നിന്നുമുള്ള രണ്ട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിൽ ഉൾപ്പെടുന്ന അമ്പൂരി വെള്ളറട പഞ്ചായത്തുകളിലായിട്ട് പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായിട്ട് സ്ഥിതി ചെയ്യുന്ന കൂനിച്ചി കൊണ്ടകെട്ടി എന്ന് പറയുന്ന രണ്ട് മലനിരകളുണ്ട്. ആ മലനിരകളുടെ അടിഭാഗത്ത് ഇടുക്കിക്കാരായിട്ടുള്ള ഒരു കൂട്ടം ഭൂമാഫിയ ഇവിടെ വരികയും 50 ഏക്കർ ഭൂമി അവര് വാങ്ങുകയും കൂടിയ വിലയ്ക്ക് വാങ്ങുകയും ആ വാങ്ങിയ ഭൂമിയിൽ അവരൊരു മെറ്റൽ ക്രഷർ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള നീക്കങ്ങളും ആരംഭിച്ചു. അപ്പൊ ഇത് മനസ്സിലാക്കിയ ആക്ഷൻ കൌൺസിൽ വെള്ളറട വളരെ ശക്തമായിട്ട് ഇതിനെ പ്രതികരിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കേണ്ടത്. പ്രത്യേകിച്ചും എന്തുകൊണ്ടാണ് ഈ പശ്ചിമഘട്ട മലനിരകളെ സംരക്ഷിക്കേണ്ടുന്നു നമ്മുടെ ഉത്തരവാദിത്വമായിട്ട് മാറുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മലയുടെ അടിവാരത്ത് നിന്നും വെള്ളറട പഞ്ചായത്തിലൂടെ മാത്രം 6 അരുവികൾ ഒഴുകി വരികയാണ്. അപ്പോൾ ഈ പഞ്ചായത്തിൽ കുടിക്കുന്നതിനും മറ്റെല്ലാ സൗകര്യങ്ങൾക്കുമായിട്ടുള്ള ജലം ലഭ്യമാകുന്നത് ഈ ഒരു മലയുടെ അടിവാരത്ത് നിന്ന് ഉത്ഭവിക്കുന്ന 6 അരുവികളിലൂടെയാണ്. അതോടൊപ്പം തന്നെ അമ്പൂരി പഞ്ചായത്തിലും ഇതുപോലെ ധാരാളം അരുവികൾ ഒഴുകിയെത്തുന്നുണ്ട്. അങ്ങനെ ഈ മേഖലയിലെ എല്ലാ ഇതിനും ഉപയോഗിക്കുന്ന ഈ അരുവികൾ ഇവിടുന്ന് അപ്രത്യക്ഷമാകുമെന്നുള്ളതിൽ തർക്കമില്ല, ഈ ഒരു മെറ്റൽ ക്രഷർ യൂണിറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അതോടൊപ്പം തന്നെ ഈ മേഖലയിലെ പരിസ്ഥിതി പ്രശ്നങ്ങൾ അവിടെ ധാരാളം ആളുകൾ ജനവാസ കേന്ദ്രമുള്ളതാണ്. ഒരു 2 പഞ്ചായത്തുകളിലുമായിട്ട് ഏകദേശം 4 വാർഡിലെ ജനങ്ങളെ മൊത്തമായിട്ട് നശിപ്പിക്കുന്ന തരത്തിലോട്ട്, ഉന്മൂലനാശം വരുത്തുന്ന തരത്തിലോട്ടാണ് ഈ ഒരു ക്രഷർ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്താൽ അവിടെ ഉണ്ടാകാവുന്ന ആഘാതം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആളുകളുടെ ഒരു ജീവന് ഭീഷണിയായിട്ട് നിൽക്കുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള ഒരു പ്രതികരണവും പ്രതിഷേധവും രേഖപ്പെടുത്താനായിട്ട് ആക്ഷൻ കൌൺസിൽ റെഡിയായി എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, അവിടെ ഈ മലയുടെ പ്രദേശത്തെയുള്ള പശ്ചിമഘട്ടത്തിന്റെ അടിവാരത്തുള്ള ജൈവ വൈവിധ്യം അത് സംരക്ഷിക്കേണ്ടുന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ്, ഉത്തരവാദിത്വമാണ് എന്നുള്ള ഒരു തിരിച്ചറിവും ഇതിന്റെ ഈ ഒരു സേവ് സഖ്യ മൂവ്മെന്റിന്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ്. അതുപോലെ അവിടുത്തെ ഈ ഒരു പ്രദേശത്തിന്റെ തൊട്ടടുത്തായിട്ട്, അതായത് 10 കിലോമീറ്ററിന് ചുറ്റളവിൽ പോലും എത്താത്ത തരത്തിലാണ് നെയ്യാർ ഡാമും അതുപോലെ തമിഴ്നാട്ടിലൂടെ ഉള്ള ചിറ്റാർ ഡാം എന്നീ 2 ഡാമുകൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ സാധാരണ പറയുന്നത് പരിസ്ഥിതി ഇത്തരത്തിലുള്ള പ്രദേശങ്ങൾ ഉള്ള ഡാം ഏരിയകളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഒരിക്കലും ശക്തമായിട്ടുള്ള ക്രഷർ യൂണിറ്റോ ഇങ്ങനെയുള്ള ക്വാറി യൂണിറ്റോ ഒന്നും സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ എന്തുകൊണ്ടും ഈ മേഖലയിലെ വളരെ സങ്കീർണമായിട്ട് മാറുന്ന ഒരവസ്ഥയുണ്ട്. ജനങ്ങളുടെ ജീവിതവും ജീവനും അതുപോലെ തന്നെ ഇവിടുത്തെ പരിസ്ഥിതിയും ഒക്കെ. ധാരാളം മഴ ലഭിക്കുന്ന, നല്ല കാലാവസ്ഥ കിട്ടുന്ന, ആവശ്യത്തിന് ജലം ലഭ്യമാകുന്ന നല്ലൊരു അന്തരീക്ഷത്തോടുകൂടെ ഇവിടെ അധിവസിക്കുന്ന ജനങ്ങളുള്ള ഈ പ്രദേശം ഇങ്ങനെ ഒരു നാശത്തിലേക്ക് പോകാനായിട്ട് സമ്മതിക്കാനായി പാടില്ല എന്നുള്ളൊരു തിരിച്ചറിവിൽ നിന്നും ആക്ഷൻ കൌൺസിൽ ആദ്യമായിട്ട് ശക്തമായിട്ട് ജനങ്ങളെ സംഘടിപ്പിക്കുകയും സമരത്തിന് തുടക്കം കുറിക്കുകയും ക്രമേണ അത് ആ മേഖലയിലെ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് സേവ് സഖ്യ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരു പരിപാടിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരള തമിഴ്നാട് അതിർത്തിയിലെ കളിയൽ എന്ന സ്ഥലത്താണ്. ഇവിടെ അനിയന്ത്രിതമായ പാറ പൊട്ടിക്കലിന്റെ വിവിധ ദൂഷ്യവശങ്ങൾ നമുക്ക് കാണാനാകും. സഹ്യപർവ്വത നിരകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സർവ്വസാധാരണമായ ഒരു കാഴ്ചയായി ഇത് മാറിയിരിക്കുകയാണിപ്പോൾ. കേരളത്തിന്റെ പ്രകൃതി നിർണ്ണയിക്കുന്നതിൽ പരമപ്രധാനമായ സ്ഥാനമാണ് സഹ്യപർവ്വതത്തിനുള്ളത്.
യഥാർത്ഥത്തിൽ സഹ്യനിലാണ് കേരളത്തിന്റെ ജീവൻ കുടികൊള്ളുന്നത്. ഈ സഹ്യനെ നശിപ്പിക്കരുതെന്ന സന്ദേശവും പ്രവർത്തനവുമായിട്ടാണ് വെള്ളറട ആക്ഷൻ കൌൺസിൽ മുന്നോട്ട് വരുന്നത്. என்னுடைய பேர் சுசீலா. 37 வருஷமாயிட்டு நான் இந்த இடத்துல இருக்கேன். இந்த கிரஷர் இங்க வந்ததுக்கு பிறகு நாங்க ரொம்ப பாதிக்கப்பட்டிருக்கோம். குழந்தைகளுக்கு ஸ்கூலுக்கு போக முடியல. இந்த ஓவர்லோடு எல்லாம் இந்த ஜல்லி மணல் எல்லாம் ஏற்றிட்டு போறதுனால ரோடெல்லாம் உடைஞ்சு நாசமாயிருக்கு. பிறகு இந்த கிரஷர் உள்ள இறைச்சினால பிள்ளைகளுக்கு படிக்க முடியல. நைட்ல பிள்ளைகளுக்கு நிம்மதியா தூங்க முடியல. இந்த வெடிக்க சவுண்டை கேட்டு தூங்கிட்டு இருக்க பிள்ளைகளும் எழும்பி இருந்து அழுதுட்டு இருக்குது. அப்படி நல்லா பயந்துட்டு இருக்காங்க. ஆளுவ எல்லாம் மனசளவுலயும் பாதிக்கப்பட்ட ஆளுவ எங்க இடத்துல இருக்கிற மனசுக்கு ஒரு மாதிரி இந்த இறைச்சினால டென்ஷன் மாதிரியும் இருக்காங்க எங்க இடத்துல. பிறகு தண்ணீர் எல்லாம் இந்த பொடியினால மாசுபட்டு வெள்ளத்துல எல்லாம் மேல நம்ம பார்த்தோம்னா தெரியும், கிணற்றுல எல்லாம் பொடி எல்லாம் இப்படி மிதந்து நிற்கும். அந்த தண்ணியை குடிச்சு பிள்ளைகளுக்கு வாந்தி, வயிற்றிളக்கம், இந்த காய்ச்சல் எல்லாம் நிறைய பிள்ளைகளுக்கு நாங்க அடிக்கடி மருந்து வாங்கிய நிலைமையில இருக்கோம். பின்ன இந்த வெடி அதிகமாயிட்டு ஒரு நேரத்துல ஒரு 7-8 வெடி அவங்க தயார் பண்ணி விடுறாங்க. அதனால வீடுல எல்லாம் விரிச்சல் ஏற்பட்டு வீடெல்லாம் எந்த நேரத்துல இடியுள்ள இதுல நாங்க இருக்கோம். ரொம்ப வருத்தமான நிலையில பயந்துட்டு வாழ்ந்துட்டு இருக்கோம். ஆனா எங்க இடத்து பக்கத்துலதான் டேம் இருக்கு. அதனால இங்க கிரஷர் உள்ள பாறை பொட்டிக்க டேம்ல உள்ள தண்ணீர் குறைஞ்சிட்டு இருக்கு. அடுத்து அவங்க அந்த பாறையை கழுவுறதுக்கு நம்ம இடத்துல இருந்து ஆத்துல இருந்து குடிநீர்னு சொல்லிட்டு தண்ணி எடுத்து நிறைய வேஸ்ட் பண்ணி அவங்க நல்லா ஆகுறதுக்கு வேண்டி மக்கள்கிட்ட இயற்கை வளத்தை எல்லாம் அழிச்சிட்டு இருக்காங்க. அதனால இந்த கம்பெனி வந்த பிறகு நாங்க கவர்மெண்ட்ட பல மனுக்கள் கொடுத்திருக்கோம், பல போராட்டங்கள் நடத்தியிருக்கோம். எங்க கவர்மெண்ட் இதுவரை எந்த விதமான நடவடிக்கையும் எடுக்கல. அதனால எங்களுடைய பிள்ளைகளுக்கு படிப்பதற்கும் கஷ்டமா இருக்கு, ஸ்கூலுக்கு போறது கஷ்டமா இருக்கு, தூங்குறதுக்கு கஷ்டமா இருக்கு. எங்களுக்கு ஏதோ எங்கேயாவது யாத்திரை போயிட்டு இருக்கு, சரியா பஸ் ஒன்னும் இந்த ரோடு இப்படி இருக்கனால வரல. அதனால நாங்க ரொம்ப இந்த കമ്പനി വന്നதுக்கு பிறகு ബാധിക്കപ്പെട്ടിരിക്കും. പാറ പൊട്ടിക്കാൻ തുടങ്ങിയപ്പോഴേ നമ്മളിങ്ങനെ സമരം ഒക്കെ ചെയ്യാൻ തുടങ്ങി. പക്ഷെ അതിനുശേഷം അവരിങ്ങനെ വലിയ ക്രഷർ യൂണിറ്റ് കൊണ്ടുവന്നു. പിന്നെ അതിനുശേഷം വലിയ മെഷീനെ കൊണ്ടുവന്ന് വലിയ പാറകൾ പൊട്ടിച്ച് ഇപ്പം ആയിരക്കണക്കിന് ഡോർ ഡെയിലി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് സമരങ്ങളും പലരും നടന്നു നോക്കി. അല്ല അവരുടെ പൈസയുടെ ബലം കൊണ്ടവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് നമ്മൾ ഹൈക്കോർട്ടിൽ കേസിന് ഉള്ള ഏർപ്പാട് എല്ലാം ആയിട്ടുണ്ട്. അതിന്റെ റൈറ്റ് ഓഫ് ഇൻഫർമേഷൻ കംപ്ലീറ്റ് പേപ്പർ കൈ കിട്ടിയേ ഉള്ളൂ. 14-ാം തീയതി അല്ലെങ്കിൽ 15-ാം തീയതിക്ക് നമ്മൾ ഫയൽ ചെയ്യും. ഇവർക്കെതിരെ ഫയൽ ചെയ്യാനായിട്ട് നമ്മളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ആധികാരികമായിട്ട് ഉള്ളത്? നമുക്കുള്ളതെന്ന് വെച്ചാൽ ഇവരുടെ കയ്യിൽ പെർമിഷൻ ആയിട്ട് ഒന്നും ഇല്ല എന്നുള്ള കാര്യം നമ്മൾ ഈ റൈറ്റ് ഓഫ് ഇൻഫർമേഷനിൽ എല്ലാം എഴുതി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ മറുപടി നമ്മളെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് വെച്ചാൽ നമ്മൾ ഫീൽ ചെയ്യാൻ പോകുന്നത്. പാറപൊട്ടിക്കലിന്റെ ദൂഷ്യവശങ്ങൾ വിശദമായി നാം കണ്ടു. സഹ്യപർവ്വത നിരകളെ തകർക്കുന്ന വൻതോതിലുള്ള പാറപൊട്ടിക്കലിനെതിരെ നമുക്കും അണിചേരാം. വെള്ളറടയിലെ പാറപൊട്ടിക്കൽ നിർത്തുക. സഹ്യനെ രക്ഷിക്കാൻ നമുക്ക് ഒത്തുചേരാം. സേവ് സഹ്യ. ഫേസ്ബുക്കിലും ബ്ലോഗിലും നിങ്ങൾക്ക് ഈ മൂവ്മെന്റിന്റെ ഭാഗമാകാം. സന്ദർശിക്കൂ.